ഇത് എൻ്റെ നേരെ മൂത്ത താത്തയാണ്. അപ്പം ഇവർ കോയമ്പത്തൂരാണ് വീട്. അപ്പോൾ ഇവർ എന്നെ ഇവിടെ ഗസ്റ്റായിട്ട് ഇവിടെ വന്ന് 2 ദിവസമായി. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കൊണ്ട് കോവളം പോയിട്ട് വരാനുള്ള ഒരു സ്റ്റണ്ട് വെച്ചിട്ടുണ്ട് നെഞ്ചിൽ. ഇത് എനിക്ക് അറിയാം, പക്ഷേ അന്ന് എല്ലാവരും ജാളി അറിഞ്ഞത് കൊണ്ട് ഞാൻ അത് അറിഞ്ഞില്ല. താത്തയെ എന്ത് ചെയ്ത് ബോട്ടിങ്ങിൽ കയറ്റി വിട്ടു. താത്ത പോവില്ലെന്ന് പറഞ്ഞു നമ്മൾ നിർബന്ധിച്ച് താത്തയെ ബോട്ടിങ്ങിൽ കയറ്റി വിട്ടു. ബോട്ടിങ്ങിൽ കയറ്റി വിട്ടപ്പോൾ താത്താക്ക് മറ്റേ ബോട്ടിങ് അടിച്ചടിച്ച് കയറിയപ്പോൾ താത്താക്ക് നെഞ്ചൊക്കെ ഡിസ്റ്റർബായി. നെഞ്ച് അങ്ങനെ കട്ടിയായി. പിന്നെ ഫേസ് എല്ലാം ഇരുണ്ട്, കണ്ണൊക്കെ അടച്ചു. കണ്ണടച്ചിട്ട് താത്താക്ക് ഒരുപാട് വയ്യാതായിപ്പോയി. പിന്നെ ഉടൻ തന്നെ ബോട്ടിങ് റിട്ടേൺ വന്നു. എല്ലാം ഒരു അറ്റാക്ക്. അങ്ങനെ ഞാൻ ഒരുപാട് വിഷമത്തിലായി, എല്ലാവരും വിഷമത്തായി. പിന്നെ എന്ത് ചെയ്ത് താത്തയെ വിളിച്ചിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവർ അനങ്ങുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്ത് നേരെ ആശുപത്രി കൊണ്ടുപോകാന്ന് വിചാരിച്ചു. മഴ ആട്ടോക്കാരൻ എന്ത് ചെയ്ത് നേരെ വീട്ടിൽ കൊണ്ടുവന്നു. എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ താത്ത അനങ്ങുന്നില്ല, സംസാരമില്ല, ഒന്നുമില്ല. ബോഡിയെല്ലാം കംപ്ലീറ്റും ഒരു വിറച്ചതുപോലെ ഇങ്ങനെ ആയിപ്പോയി. ഞാൻ എന്ത് ചെയ്ത് വന്നതും എന്തായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ റിസ്റ്റ് ബാൻഡ് എടുത്ത് ഞാൻ താത്താറെ കയ്യിൽ കെട്ടിക്കൊടുത്തു. താത്താറെ ഒരു മാറ്റം വന്നു. അപ്പോൾ ശരി എന്തായാലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ തലയിൽ കെട്ടുന്നതെടുത്ത് വീട്ടിപ്പുറത്തെ കയ്യിൽ ഒരെണ്ണം കെട്ടിക്കൊടുത്ത് എൻ്റെ ബെഡുണ്ട്, ആ ബെഡിൽ തന്നെ താത്തയെ കിടത്തിയപ്പോൾ താത്ത ഒരു ചെറിയ ഒരു മാറ്റം വന്നു. പിന്നെ ഞാൻ എൻ്റെ സുഹൃത്ത് നസീറെ വിളിച്ചു. നസീർ ഭായ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം നസീർ ഭായ് പറഞ്ഞു, ഭായ് താത്തയെ ഇരുത്ത് താത്തയെ കൂടെന്ന് പറഞ്ഞു. നമ്മുടെ ഈ ബയോട്ടിന് വെള്ളം കൊടുത്തപ്പോൾ താത്ത വെള്ളം കുടിച്ചപ്പോൾ ചെറിയ ഒരു മാറ്റം കണ്ടിന്യൂ വന്നുകൊണ്ടിരുന്നു. പിന്നെ എന്ത് ചെയ്ത് നസീർ ഭായ് എൻ്റെ പറഞ്ഞു, ഭായ് ഈ വലത്തെ മുക്ക് അടിച്ചിട്ട് ഇടത്തെ മുക്കിൽ ശ്വാസം എടുത്ത് വിടാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഈ വെള്ളവും കൂടും പറഞ്ഞു. വെള്ളവും കൊടുത്ത പിന്നീട് അൽഹംദുലില്ലാ താത്തയുടെ ഈ നെഞ്ചിലുള്ള കട്ട എനിക്ക് ഞാൻ ബോട്ടിലിருந்து ഇറങ്ങുന്നതും എൻ്റെ ഉടമ്പും அப்படி கண்ணൊക്കെ ചെറുതായി, கண்ணൊക്കെ சின்னதாக மாறிடுச்சு. சின்னதாக மாறவும் இந்த ஷோல்டர்லாம் அப்படி தொங்கி போச்சு. எனக்கு என்ன செய்யணும்னு தெரியல. அப்படியே நடக்கவே முடியல. நடந்தால் அப்படி ஒரு பக்கம் இழுத்துக்கிட்டே போகுது. அப்புறம் என்ன பண்ணலான்னா, அப்புறம் இது என் தம்பியானு அப்புறம் இவ்வளோ வந்து அப்படியே அமுக்கி விட்டுது. இப்போ கொஞ்சம் கண்ணு திறந்ததும் சரி நமக்கு வீட்டுக்கு போகலாம் அப்படின்னு சொல்லி வீட்டுக்கு ஆட்டோவில் ஏறினதும் எனக்கு சரீரம் ஃபுல்லும் போய் ഈ ഭാഗത്ത് നെഞ്ചൊക്കെ அப்படி கட்டையாயிட்டு ஏற்கனவே ஸ்டெண்டு வச்சுட்டு. அப்போ சரி நம்ம எதுக்கும் வீட்டுக்கு போகலாம் அப்படின்னு வீட்டில் வந்து போட்டால் எனக்கு ஒன்றுமே தெரியும். கண்ணு சின்னதாக போயிடுச்சு, கண் அடைஞ்சிருச்சு. இந்த இதெல்லாம் மறுபடியும் வந்து இப்படி ஏற கட்டிச்சு, இவ்வளோ கட்டையாகி பின்னாடி ஷோல்டர் தொங்கி போச்சு. கை தூக்குனா கை கீழே வந்து விழுந்து. சரி എന്തായാലും நம்ம ஆஸ்பத்திரிக்கே போகலான்னு சொன்னப்போ தான் சரி நம்ம இதை உடனே கட்டலாம் அப்படின்னு சொல்லி தம்பி இந்த பயோட்டின் இது கட்டி, ஆமாம் இது பயோட் இதை கட்டி விட்டு, அப்புறம் நெத்தியில் ஏதோ கட்டி விட்டு, அப்புறம் அந்த பெட்டில் கொண்டு போய் என்னை கடத்தி, அப்புறம் வெள்ளம் கொடுத்து அந்த பாட்டிலில் தண்ணி தந்தாங்க. அந்த தண்ணியும் குடிச்சிட்டு என்னை அப்படி படுக்க வச்சாங்க. கொஞ்ச நேரத்தில் ஒரு சுறுசுறுப்பு எனக்கு உள்ளுக்குள்ளே அப்படி தெரியுது. எப்படி நல்லா படுத்து கிடக்குறேன், எனக்கு அந்த மயக்கமெல்லாம் அப்படி போகுது. ஷோல்டரெல்லாம் அப்படி சரியாயிருச்சு, எனக்கே தெரியுது. அப்புறம் இந்த ஷோல்டர் சரியாயிருச்சு. அப்புறம் இந்த கட்டை எல்லாம் அப்படியே நார்மல் ஆகிட்டே இருந்துச்சு. அப்புறம் பின்னாடி அது குத்துற அப்படி சுளுக்குன்னு குத்திட்டு இருந்தது எல்லாமே. ஒரு அட்டாக் வரும்போது என்ன சம்பவிக்கும், அதற்கு அட்டாக் வரும்போது அதெல்லாம் அப்படி சரியா போச்சு. அப்புறம் இந்த கை மேல தூக்கி சரியா நல்லா தான் இருக்க ஒண்ணுங்க. நல்லா தூங்கி அந்த பயோட்ரிமா அந்த பெட்டில் படுத்த பின்ன எந்திக்கும் போது எனக்கு பசி வந்து நானாவே எந்திரிச்சு வந்து என்ன யாரும் பிடிக்கல. ஃபர்ஸ்ட் எல்லாரும் തന്നെ പിടിച്ച് அந்த കട്ടിൽ കൊണ്ട് പടുത്തിട്ട് அப்புறம் ഈ അറ്റാക്ക് വന്നപ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീൽ ഉണ്ടായി? നിങ്ങൾ இதுக்கு முன்னாடி எனக்கு அட்டாக் வந்த அதே ஃபீல் தானே ഇപ്പോൾ ഉണ്ടായി. എനിക്ക് ഏற்கனவே സ്റ്റെൻഡ് വെച്ച് മരിച്ചു പോകും എന്നുള്ള ആ ഭയം വന്നു. നടക്കൂല ഇനി മരിച്ച് അങ്ങനെ എല്ലാവരും കരയാൻ തുടങ്ങി. പിന്നെ നമ്മുടെ ഉള്ള ആള് എന്തെങ്കിലും ഇനി വീട്ടിൽ എന്നെ വിളിച്ച് പറഞ്ഞോന്ന് പറഞ്ഞു. എനിക്ക് ആകെ ഞാൻ പേടിച്ചു പോയപ്പോ നമ്മൾ ഈ സാധനം വെച്ചപ്പോ സംഭവം റെഡിയായി. അപ്പൊ എനിക്കൊരു വിശ്വാസം വെള്ളം എടുത്ത് കൊടുത്തു. വെള്ളം കുടിച്ചപ്പോ ആള് റെഡിയായി. പിന്നെ ഈ ശ്വാസം എടുത്ത് വലിച്ച് ഈ ബയോട്ടോറി എന്ന പ്രോഡക്റ്റ് എനിക്ക് നല്ല പറ്റി. നിങ്ങൾക്ക് റിസൾട്ട് ആയി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്? എനിക്ക് പറ്റി ഒന്നുമേ தெரியாது. இப்ப தான தம்பி தான கட்டின பின்ன எனக்கு அது தெரிஞ்சது. அப்புறம் நல்லா தூங்கி எந்திரிச்சது. நானாவது யாருமே நானா நடந்து வந்து பசிக்குது கொஞ்சம் கஞ்சி தா அப்படின்னு சொல்லி தம்பி கொண்டாடிட்ட கேட்டேன். നിങ്ങളുടെ സ്വന്തം സ്ഥലം
கோயம்புத்தூர் தம்பி வீட்டுக்கு வந்தது. ഇപ്പൊ കേരളത്തിൽ തിരുവനന്തപുരത്ത് വന്നതാണ്. ஆமா தம்பி வீட்டுக்கு திருவனந்தபுரத்துக்கு நான் வந்தது. അപ്പൊ അപ്പോഴാണ് ഈ ഒരു വിഷയം ഉണ്ടായതും എല്ലാം. അപ്പോഴേ നിങ്ങൾക്ക് ഇപ്പോ ഏകദേശം ഇതിനെ കുറിച്ച് നല്ല വിശ്വാസമായി. വിശ്വാസമായി. എന്നിട്ട് ഞാനത് വാങ്ങി. ഓ